നിങ്ങളുടെ മനസ്സിൽ റിട്ടയർമെൻറ്റ് ഹോമുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലേക്ക് വരിക ഏതോ ഒരു പതിറ്റാണ്ടിലെയോ നൂറ്റാണ്ടിലെയോ ഒരു അനാഥാലയത്തിൻ്റെ ചിത്രമായിരിക്കാം, ഒരു വൃദ്ധസദനത്തിൻ്റെ ചിത്രമായിരിക്കാം വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത്. ഇത് ഒരേ പ്രായത്തിലുള്ള, ഒരേ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന, വിദേശ രാജ്യങ്ങളിലും സ്വദേശങ്ങളിലും ജീവിച്ച ആളുകൾക്ക് ഒരേ പ്രായത്തിലുള്ള, ഒരേ മനോഭാവത്തിലുള്ള ആളുകളുമായി ഒത്തുചേർന്ന് ജീവിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റികൾ കേരളത്തിലുണ്ടാവും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ ഞാൻ എൻ്റെ സഞ്ചാരത്തിലെ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായി. പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കളില്ലാത്ത അവസ്ഥ, മുതിർന്ന ആളുകൾ വീടുകളിൽ നിന്ന് അവരുടേതായ കമ്മ്യൂണിറ്റികളിൽ പോയി വ്യത്യസ്തമായ ജീവിതം നയിക്കണമെന്ന് പറയുന്നത്, ഇതൊക്കെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. നിങ്ങൾ അത്തരം ആശയങ്ങൾ കേരളത്തിലേക്ക് കുറേ കാലങ്ങളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മക്കൾ ഇന്ന് കേരളത്തിനപ്പുറം ഇന്ത്യക്കപ്പുറം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലേക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജീവിതം നിലനിർത്താൻ വേണ്ടി, വളരാൻ വേണ്ടി സാധ്യതകൾ തേടി നമ്മുടെ മക്കൾ അന്യരാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിയുമ്പോൾ, അപ്പോൾ ഈ നാട്ടിലുള്ള മാതാപിതാക്കൾ അവരുടെ ഒരു റിട്ടയർമെൻറ്റ് കാലം എങ്ങനെ ജീവിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കേരളം ഒരു സ്വിറ്റ്സർലൻഡോ ഓസ്ട്രിയയോ ഒക്കെ മാറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, സിംഗപ്പൂരെങ്കിലുമായി മാറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളിലൊന്നായി ഈ ഏബൽസ് ഗാർഡൻ മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ ആശംസകളും നേരുന്നു.